ഹൈത്തമി ചോദിച്ചാലേ ഞാൻ കൊടുക്കൂ എന്നുള്ളത് ഞാനിവിടെ ആവർത്തിക്കുന്നു. അതുവരേക്കും നമ്മൾ ഉഹുദ് യുദ്ധത്തിൽ നമ്മളുടെ വിശ്വാസികൾ ഇങ്ങനെ എവിടെ മുഹമ്മദ്, എവിടെ ഉമർ എന്നൊക്കെ ചോദിച്ച് നമ്മൾ അബൂ സുഫിയാൻ നടന്നപ്പോൾ മുഹമ്മദ് നബിയൊക്കെ അതുപോലെയുള്ള ആളുകളൊക്കെ ചത്ത പോലെ കിടന്നത് ഒരു ചരിത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതേപോലെ ഞാൻ കിടക്കും. കാരണം എനിക്ക് മുന്നിൽ ഉള്ള ചില ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മോഡൽ എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ്. ഇസ്ലാമിൽ ചില സാധനമൊക്കെ ഞാൻ എടുക്കും. അതിൽ ഒന്നാണ് ഇത്. ചത്ത പോലെ കിടക്കാൻ ഏറ്റവും നല്ലത് ഉഹുദ് യുദ്ധത്തിൻ്റെ ചരിത്രമാണ്. അത് ഞാനിവിടെ പ്രയോഗിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുവരെ ഹൈത്തമി വരുന്നത് വരേക്കും ഞാൻ അങ്ങനെ തന്നെയാണ് കിടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇത് ആണ് ഒന്ന്. ഇനി ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഇന്ന് എനിക്കൊരു സുഹൃത്ത് വാട്സപ്പിൽ വലിയ വിഷമത്തിൽ ഇതൊക്കെ കൊണ്ടുവന്നിട്ട്, അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഹൈത്തമി വരട്ടെ, ഞാൻ തെളിവ് വയറ് നിറച്ചും കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് വട്ടായതാണ്, ഇസ്ലാമൊക്കെ ഇങ്ങനെ വലിയ തോതിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കിളി പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭാഷണവും അങ്ങനെ വളരെ വ്യക്തിയധിക്ഷേപത്തിലേക്ക് കടക്കുന്ന സംഭവത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരം തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇത് കാണുന്ന വിശ്വാസികളോട് 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇസ്ലാം പൊളിയുന്നു എന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. 2, ഒടുവിൽ മൗലവിമാർ തന്നെ സമ്മതിക്കുന്നു മുസ്ലിങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്ന 2ാമത്തെ വീഡിയോ. ഇത് 2 നിങ്ങൾ കാണാം. ഇസ്ലാമിനകത്തുള്ള മൗലവിമാർ എങ്ങനെയാണ് ഇസ്ലാം പൊളിയുന്നത് എന്ന് നിങ്ങൾക്ക് രേഖകൾ സഹിതം തെളിവ്, നിങ്ങൾ ആ ചോദിക്കുന്ന സാധനം തെളിവ് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് തന്നെ വലിയ സന്തോഷം. എന്തായാലും അത് നിങ്ങൾക്ക് വയറ് നിറച്ച് തന്നുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരും എങ്ങനെയാണ് ഇസ്ലാം ലോകത്ത് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ കാണാം. അത് നിങ്ങൾക്ക് കണ്ട് സ്മൃതി അടയാം എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. അതല്ലാതെ ഇവിടെ നിങ്ങൾ ഇതുപോലെ പൊന്മുട്ടയിടുന്ന താറാവുമാർ, പൊന്മുണ്ട സാഹിബായാലും ശരി, ഇനി വേറെ ഏത് തേൻമുണ്ട സാഹിബായാലും ശരി, നിങ്ങൾ തെളിവ് ചോദിച്ച് എൻ്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല. ഞാൻ തെളിവ് ഒരാൾക്കേ കൊടുക്കും, അത് ഹൈത്തമിക്കാണ്. ഹൈത്തമി വന്നാൽ തെളിവ് കൊടുക്കും, ഒരു സംശയവും വേണ്ട. വയറ് നിറച്ച് ഞാൻ കൊടുത്തിരിക്കും. ഇഷ്ടം പോലെ ഉണ്ട്, കൊട്ടക്കണക്കിന് ഇവിടെ തെളിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെളിവ് എവിടെ എന്ന് ചോദിച്ച് നടക്കുന്ന വിശ്വാസികൾ അറിയാൻ വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് 2 ഓപ്ഷനാണ് ഞാൻ വെക്കുന്നത്. ഒന്ന്, നിങ്ങൾ സ്വയം കണ്ടെത്തുക. ഇവിടെ എല്ലാം വളരെ കൃത്യമായിട്ട് നമ്മളുടെ പൊന്മുണ്ട സാഹിബ് ഇങ്ങനെ എണ്ണമിട്ട് തന്നിട്ടുണ്ട്. ഇത് ഓരോന്നും നിങ്ങൾ എടുക്കുക, എന്നിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് തെളിവുകൾ തപ്പിയെടുക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചതും കണ്ടെത്തിയതും മനസ്സിലാക്കിയതും. ഇത് നിങ്ങൾക്കും ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസാണ് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 6 ചോദ്യം ഇവിടെയുണ്ട്, 1 ചോദ്യം ഇവിടെ ഉണ്ട്. വിശ്വാസികൾക്ക് ചെയ്യാവുന്ന 1ാമത്തെ ഓപ്ഷൻ ഇതാണ്. ഇനി 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഈ വീഡിയോയുടെയൊക്കെ താഴെ നമ്മളുടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തെളിവുകൾ കൊണ്ടിട്ട് കൊടുക്കുന്ന ഒരുപാട് മറ്റു സുഹൃത്തുക്കളുണ്ട്. അവർ നിങ്ങൾക്ക് കൊണ്ടിട്ട് തരും. അവരുമായിട്ട് നിങ്ങൾ സംവദിക്കുക. തെളിവുകൾ അവിടെ ശറേ എന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. അത് ഓരോന്നായിട്ട് നിങ്ങൾ എടുക്കുക, പോയി വെരിഫൈ ചെയ്യുക, കണ്ടെത്താൻ ശ്രമിക്കുക. ഇനി അതിനോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഇതൊക്കെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എൻ്റെയൊക്കെ ഓരോ വീഡിയോയിലും നമ്മൾ പറയാതെ പോകുന്നില്ല. ഇതൊക്കെ പറഞ്ഞു മടുത്തെന്നാണ് ആളുകൾ പറയുന്നത്. വിശ്വാസികളായി നമ്മൾ കേൾവിക്കാരായിട്ടുള്ള ആളുകൾ ഇതൊന്ന് നിർത്തുമോ, ഈ ശുക്ലത്തിൻ്റെ കഥയൊന്നും ഇനി പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ആ കഥയൊന്നും എടുക്കാത്തത്. മുഹമ്മദ് നബിയുടെ ബലാത്സംഗത്തിന് കൂട്ടുനിന്ന കഥ പറയുമ്പോൾ എനിക്ക് ശുക്ലത്തിൻ്റെ കഥ പറയേണ്ടി വരും. അപ്പോൾ അത് ഒന്ന് നിർത്തുമോ, അത് പറയല്ലേ, അത് കേട്ട് ഞങ്ങൾക്ക് തന്നെ അത് എന്തോ ആകുന്നു എന്ന് നമ്മളുടെ കേൾവിക്കാർ പറയുന്നുണ്ട്. ഞാൻ തൽക്കാലം അത് ആവർത്തിക്കുന്നില്ല. ഇനി നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാം. ശുക്ലം എന്നൊക്കെ ഒന്ന് വേണമെങ്കിൽ ശുക്ലം ഇസ്ലാം എന്നൊക്കെ പറഞ്ഞൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്, കിട്ടും. കീവേഡ്സ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഒരു വാക്ക് മാത്രം നിങ്ങൾക്ക് എളുപ്പത്തിന് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു, ശുക്ലം. നിങ്ങൾ ഒരിക്കലും മറക്കാത്തൊരു വാക്കാണത്. ഏതായാലും അത് വെച്ചിട്ട് നിങ്ങളൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ നമ്മളുടെ പൊന്മുണ്ട സാഹിബിന് നന്ദി പറയുന്നു. ഇതുപോലെ എണ്ണം വെച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുതരുന്നതിന്. ഇനിയും ഇതേപോലെ എൻ്റെ സംസാരത്തിൽ ഇതുപോലെ ഇഴകീറി പരിശോധിച്ച് അതിൽ നിന്ന് ഞാൻ പറഞ്ഞ നുണകൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടിട്ട് തന്ന് എൻ്റെ പണി എളുപ്പമാക്കണം. ഇവിടുത്തെ വിശ്വാസികൾക്ക് കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. എല്ലാം നിങ്ങൾ തന്നെ ചെയ്തു തരണമെന്നും കൂടി ഞാൻ പറയുന്നു. ഇനി എനിക്ക് തോന്നുന്നില്ല ഇനി ഇതിൽ കൂടുതലൊന്നും വേണ്ടി വരുമെന്ന്. കാരണം ഈ 6 ചോദ്യം ഇത് മാത്രം മതി സത്യത്തിൽ ഇസ്ലാമിൻ്റെ പൊള്ളത്തരം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കാരണം ഇസ്ലാമിൻ്റെ വക്താക്കൾ മുന്നോട്ട് വെക്കുന്ന ഒരു മോറൽ ഹൈ ഉണ്ട്. ഞങ്ങൾ ഭയങ്കര സംഭവമാണ്, ഞങ്ങൾ അമ്മയും പെങ്ങളെയും ഒക്കെ ബോധിക്കാത്തത് ഈ ഇസ്ലാമിൽ എഴുതി വെച്ചുകൊണ്ട് ആണ്. അതുപോലെ ഞങ്ങൾക്ക് ഒരു ഭാര്യ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്, അല്ല 4 ഭാര്യ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഇസ്ലാമിൽ എഴുതി വെച്ചുകൊണ്ടാണ്. ബാക്കിയുള്ളവർ മുഴുവൻ ഇങ്ങനെ കാളകൾ നടക്കണ പോലെ നടക്കുകയാണ്, മൃഗങ്ങൾ നടക്കണ പോലെ നടക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആ സംഗതിയെ നിങ്ങൾക്ക് പൊളിച്ച് കാണാൻ മുഹമ്മദ് നബിയുടെ ആ ലൈംഗിക ജീവിതം മാത്രം മതി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ എന്നത് വളരെ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചു തരാണ് നമ്മളുടെ പൊന്മുണ്ട സാഹിബ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തന്നിരിക്കുകയാണ്. ഓരോന്നായിട്ട് നിങ്ങൾ ശ്രമിക്കുക, ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക.
ശരിയുത്തരം തരുന്ന ഏറ്റവും കൂടുതൽ നല്ല തെളിവുകൾ കൊടുക്കുന്ന നമ്മളുടെ കേൾവിക്കാരായിട്ടുള്ള ആളുകൾ, അവർക്ക് ഞാനൊരു ഗീവ് അവേ എന്തെങ്കിലും ഞാൻ പ്ലാൻ ചെയ്തിട്ട് കൊടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഏറ്റവും നല്ല ഒറ്റ ഒരു കമൻ്റായിട്ട് ഇത് കമ്പയർ ചെയ്ത് ആരെങ്കിലും ഒരാൾ ഇതിൻ്റെ കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സമ്മാനം എത്തിച്ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു പരീക്ഷയായിട്ട് ഇത്രയും നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികളുടെ ഒരു സമ്മപ്പ് അല്ലെങ്കിൽ ഒരു പരീക്ഷയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. നമ്മളുടെ ശ്രോതാക്കൾക്ക് നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം കൊടുക്കാം എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. താല്പര്യമുള്ള ആളുകൾക്ക് പങ്കെടുക്കാം. എന്തെങ്കിലും സമ്മാനം ഞാൻ തരാൻ വേണ്ടി ശ്രമിക്കാം, ഇത് പറ്റുന്ന പോലെ എന്നുള്ളതും കൂടി ഞാനിപ്പോൾ പറയുകയാണ്. ഏതായാലും നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും പണിപ്പെട്ട നമ്മളെ പൊന്മണ്ട സാഹിബിന് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു, ഇനിയും ഒരുപാട് നന്ദി ഞാൻ പറയും. കാരണം അത്രയും സന്തോഷമാണ് എനിക്ക് ഞാൻ പറഞ്ഞ നുണകൾ മുഴുവൻ ഇതേപോലെ കൊണ്ട് തന്നതിന്. അദ്ദേഹത്തിനുള്ള നന്ദി വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം മാത്രം ഒന്ന് പറയുകയാണ്. ഈ വരുന്ന 8-ാം തീയതി മലപ്പുറത്ത് വെച്ചിട്ട് നമ്മളുടെ എക്സ് മുസ്ലിം ഓർഗനൈസേഷൻ്റെ ഒരു വാർഷിക സമ്മേളനം നമ്മളവിടെ കൂടുകയാണ്. റോസ് ലോഞ്ചിൽ വെച്ചിട്ട് നമ്മൾ MM അക്ബറുമായിട്ട് നടന്ന ആ ഒരു സംവാദം നടന്ന അതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. കഴിയുന്നത്ര ആളുകൾ, ആ ഭാഗത്തേക്കുള്ള ആളുകൾ കഴിയുന്നത്ര ആളുകൾ വരിക. ഞാനും അവിടെ പങ്കെടുക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അവിടെ നേരിട്ട് കാണാം. ഒരു കാര്യം, സംഘടനയിൽ നിന്ന് അതിൻ്റെ ഭാരവാഹിത്വത്തിൽ നിന്നാണ് ഞാൻ രാജിവെച്ചത്. ഞാൻ ഇപ്പോഴും എക്സ് മുസ്ലിം തന്നെയാണെന്ന് അന്നും പറയുന്നു, ഇന്നും അത് തന്നെയാണ്. ബാക്കിയുള്ള ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഉണ്ടാവുക. ഇതും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ചില വശങ്ങൾ, എങ്ങനെയാണ് ഇൻ്റർനെറ്റ് ഈ പറയുന്ന ഇസ്ലാമിൻ്റെ കുഴി തോണ്ടുന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഒരു ചെറിയ പ്രസൻറ്റേഷനാണ് അന്ന് ഞാൻ അവിടെ ചെയ്യുന്നുണ്ടാവുക. എന്തായാലും കൂടുതൽ ആളുകളെ അന്ന് മലപ്പുറത്ത് വെച്ച് നമുക്ക് കാണാം. അതുവരേക്കും ഒന്ന് നന്ദി പറയുന്നു. ഈ 2 വീഡിയോ നമ്മളെ വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.